പിന്നെ കുഞ്ഞിപ്പ എങ്ങനെയെങ്കിലും ഇന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങൾ കൊടുക്കരുത് കേട്ടോ. അതായത് തെളിവുകളൊക്കെ നിങ്ങളിപ്പോൾ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കണ്ടല്ലോ. ഇനി ഓളോട് തന്നെ നേരിട്ട് കണ്ട് ബന്ധത്തിൻ്റെ പേരിൽ നേരിട്ട് കണ്ട് ചെന്ന് അന്വേഷിച്ച് എല്ലാം കിട്ടുമല്ലോ. നുണ പറയുകയാണെങ്കിൽ അപ്പൊക്കെ നമ്മൾ അറിഞ്ഞിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം വാങ്ങാം. എന്നിട്ട് പഴയതുപോലെ ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ചികിത്സയും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ നടക്കും. അതൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക. ഇല്ലെങ്കിൽ അപ്പോൾ തൊലാക്കും കാര്യങ്ങളും ചിന്തിക്കുക. എന്നിട്ട് നമുക്കതിനനുസരിച്ച് നീങ്ങാം. അതല്ലേ നല്ലതല്ലേ? ഇൻഷാ അല്ലാഹ്. തെളിവുകൾ അങ്ങനെ ആക്കണതല്ല. മറ്റേ ഞാനൊരു പ്രശ്നക്കാരനായി മാറൂലേ. പിന്നെ നിങ്ങൾ നന്നായി, കുടുംബങ്ങളൊക്കെ നന്നായി ഒക്കെ റാഹത്തിലായൊക്കെ ഇതായാലും പിന്നെ ഞാനൊരു ഇതായി മാറുമല്ലോ. അപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ ഓലെ തന്നെ വെച്ച് കണ്ട് ചെയ്യുന്നതല്ലേ നല്ലതല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും ഖൈർ പോലെ വരട്ടെ. ഓളെ ഒരു അടിമയായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നമുക്കത് സങ്കടമാണ് കണ്ടിട്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എനിക്ക് ഇതിങ്ങനെ പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ കരച്ചിൽ വരും. പറയാൻ കഴിയൂല. പിന്നെ ഇത് പറയാതൊക്കെ വയ്യല്ലോ. ഫോണിൽ കൂടി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നേരിട്ട് കണ്ട് തന്നെ പറഞ്ഞോളി. നിങ്ങൾ ആങ്ങളെയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാനുണ്ടാവും കൂടെ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഞാൻ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കുകയും ചെയ്യും. ഒക്കെ അല്ലാഹു ഖൈർ പോലെ ആക്കി തരട്ടെ. ഓളെ ജീവിതം നോക്കൽ നിങ്ങളെ ഒരു ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ്. ഓളെ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഇത്രയും ക്ഷമിച്ച് സഹിച്ച് ഒരു അടിമയെപ്പോലെ ജീവിക്കണ കാണുമ്പോൾ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. നിങ്ങൾ കാണുന്നില്ല. കാണുന്ന നമുക്കറിയാം സങ്കടം.